മുൻകാലങ്ങളിൽ കേരളത്തിന്റെ സാംസ്കാരിക രംഗത്തെ ചലനങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള മഹാപ്രഭാഷകന്മാർ, പ്രതിഭാശാലികളുണ്ട്. മഹാനായ പി ഗോവിന്ദപിള്ള, PG-യുടെ ഒരു പ്രസംഗം കേട്ടാൽ 100 പുസ്തകം വായിക്കുന്നതിന്റെ ഫലമാണ്. PT ഭാസ്കരപ്പണിക്കർ, NV കൃഷ്ണവാര്യർ, MD വാസുദേവനാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ സംസാരിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. V മധുസൂദനൻ നായർ തുടങ്ങി നിരവധി ആളുകൾ, സുകുമാർ വിക്കോട്, ONV കുറുപ്പ് തുടങ്ങി ധാരാളം ആളുകൾ. ശ്രീ PN പണിക്കർ സാറിനോടൊപ്പം വർക്ക് ചെയ്ത ആളാണ്. അദ്ദേഹത്തിന്റെ പ്രഭാഷണം ചെറു ഹ്രസ്വമെങ്കിലും ജനങ്ങളെ ഇളക്കി മറിക്കുന്നുണ്ടായിരുന്നു. മനസ്സിൽ തട്ടി നടത്തുന്ന പ്രഭാഷണം, വാക്കുകൾ, പദപ്രയോഗം നമ്മുടെ നാട്ടിലെ ഏറ്റവും ദുർബലരായ ആളുകളെ പോലും ഉത്തേജിക്കുന്ന ആ പരമ്പരയിൽ പെടുത്താവുന്ന പുതിയ തലമുറയിലെ ഒരു വ്യക്തിത്വമാണ് ശ്രീ സുദർശൻ. ശ്രീ സുദർശൻ ഇവിടെ വന്നതിൽ ഭാരതീയ സമാജത്തിന് എന്തെന്നില്ലാത്ത സന്തോഷമുണ്ട്. ബഹുമാനായ K. സുദർശനെ നിങ്ങളോട് പ്രഭാഷണം നടത്താൻ ക്ഷണിച്ചുകൊണ്ട് പ്രോത്സാഹിച്ചു. നമസ്കാരം. ആദരണീയനും നമുക്ക് ഏവർക്കും ഒരേപോലെ പ്രിയങ്കരനും എൻ്റെ ആത്മസുഹൃത്തുമായ ശ്രീ BS ബാലചന്ദ്രൻ അവർ, BSSന്റെ കുടുംബാംഗങ്ങളെ, പ്രിയമുള്ളവർ, ആത്മസുഹൃത്ത് എന്ന് ഞാൻ പറഞ്ഞത് ഞാനിവിടെ ഇപ്പോൾ നിൽക്കുന്നതിൻ്റെ കാരണം എന്ന അർത്ഥത്തിലാണ്. ഞങ്ങൾ ആദ്യമായി കാണുന്നതും ഒരു പ്രഭാഷണ വേദിയിൽ വെച്ചാണെന്ന് തോന്നുന്നു. പേരൂക്കട 20 25-ലേറെ അതിൻ്റെ ഞങ്ങളുടെ പരിചയത്തിൻ്റെ രജത ജൂബിലി വർഷമാണ്. അങ്ങനെ ധാരാളം വേദികൾ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിലും BSSന്റെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ പറഞ്ഞുവല്ലോ, ഡോക്ടർ സുകുമാർ അഴീക്കോടും NV കൃഷ്ണവാര്യരും PN പണിക്കരും ഒക്കെ പങ്കെടുത്ത OBM ഒക്കെ വന്നിട്ടുള്ള പ്രബുദ്ധമായ ഈ വേദിയിൽ നിന്നുകൊണ്ട് ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ വളരെ കരുതലോടെ അവതരിപ്പിക്കണം എന്ന് എനിക്ക് ഓർമ്മ വരികയാണ്, ബോധ്യമാവുകയാണ്. ഭാരത സംസ്കാരം അതാണ് വിഷയമല്ലേ, അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. എനിക്ക് എത്ര സമയം പണ്ടൊരു പ്രഭാഷകൻ ഇതുപോലെ ചോദിച്ചു, കുറെ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹത്തിന് എന്നെ തോന്നി ശരിയാവുന്നുണ്ടോ എന്ന് ചോദിച്ചു, എനിക്ക് എത്ര സമയം സംസാരിക്കാം? ഇയാൾ പറഞ്ഞു, സാറിന് എത്ര സമയം വേണമെങ്കിലും സംസാരിക്കാൻ, ഞങ്ങൾ 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സാറിന് സംസാരിക്കാം. ഭാരത സംസ്കാരത്തെ കുറിച്ച് അതിചിരന്തനമായ സംസ്കാരം, തലമുറകളുടെ പാരമ്പര്യമുള്ള ഒരു സംസ്കാരം. പക്ഷെ ആ സംസ്കാരം ഇന്ന് എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. പക്ഷേ പുരാതനമായൊരു സംസ്കാരം, ഇന്ത്യയുടെ സംസ്കാരം, അതിനുശേഷം എത്ര സംസ്കാരങ്ങൾ ഒലിച്ചുപോയിരിക്കും. ഈജിപ്ഷ്യൻ സംസ്കാരവും ഗ്രീക്ക് സംസ്കാരവും എല്ലാം ശോഭ കെട്ടു നിൽക്കുമ്പോൾ ഇന്ത്യൻ സംസ്കാരം വർദ്ധിത ശോഭയോടുകൂടി ജാജ്വല്യമാനമായി നിൽക്കുകയാണ്. പക്ഷേ നമ്മുടെ സംസ്കാരത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നമ്മുടെ സംസ്കാരത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ടോ? ഇന്ത്യയെക്കുറിച്ചുള്ള പഠനത്തിനൊരു പേരുണ്ട്, ഇൻഡോളജി എന്നാണ് അതിന്റെ പേര്, ഇൻഡോളജി. പക്ഷെ ഇൻഡോളജി എന്ന ഇന്ത്യയെക്കുറിച്ചുള്ള പഠനം നടത്തുന്നത് ഇന്ത്യക്കാരല്ല എന്ന് മാത്രം. നിങ്ങൾക്കറിയുമോ, നമ്മളുടെ ഹൃദയഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായ ഒരു നദിയുണ്ട് നമുക്ക്. ആ നദിയുടെ പേര് സരസ്വതി നദി എന്നാണ്.
സാധാരണ എൻ്റെ പ്രഭാഷണത്തിനിടയിൽ ഈ ചായ അനുവദിക്കുന്നതല്ല, ഞാൻ ചായ കുടിക്കുമെങ്കിലും ആളുകളുടെ ശ്രദ്ധ ചായയിലേക്ക് പോവുകയും എനിക്ക് പഞ്ചസാര വേണ്ട, ഇയാൾക്ക് പഞ്ചസാര വേണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളിലേക്ക് പോവുകയും ആകട്ടെ. സരസ്വതി നദി എന്നൊരു നദി ഉണ്ടായിരുന്നു. ഈ നദിയുടെ തീരത്താണ് നമ്മുടെ സംസ്കാരമെല്ലാം ഉടലെടുത്തത്. സിന്ധു നദീതട സംസ്കാരം ഉൾപ്പെടെയുള്ള സംസ്കാരങ്ങൾ ഉടലെടുത്ത ആ നദി അപ്രത്യക്ഷമായിരിക്കും. ആ നദി അപ്രത്യക്ഷമായ വിവരം നമ്മുടെ പല ആളുകളും ഇപ്പോൾ ചിന്തിക്കുന്നില്ല, അതിനെക്കുറിച്ച് അറിയുന്നുമില്ല. പക്ഷേ ഒരു ഫ്രഞ്ച് ചരിത്രകാരൻ നഷ്ടപ്പെട്ടു പോയ ആ നദിയെക്കുറിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് ദ ലോസ്റ്റ് റിവർ എന്നാണ്. BC 15-ാം നൂറ്റാണ്ടിൽ ഇവിടെ വന്ന ആര്യന്മാർ ഈ നദിയെ പൂജിച്ചിരുന്നു എന്ന് ലോസ്റ്റ് റിവർ എന്ന പുസ്തകത്തിൽ മിഷേൽ സെൻ എന്ന് പറയുന്ന ആ ഫ്രഞ്ച് ചരിത്രകാരൻ പറയുന്നു. ആലോചിച്ച് നോക്കുക, ഫ്രഞ്ച് ചരിത്രകാരൻ പുസ്തകം എഴുതിയിരിക്കുന്നു. നമുക്ക് ആ നദിയെക്കുറിച്ച് അറിഞ്ഞുകൂടാ. ഈ ചരിത്രകാരനോ 1977 22 വയസ്സുള്ളപ്പോൾ അരബിന്ദോ എന്ന് പറയുന്ന നമ്മുടെ ഒരു ദാർശനികന്റെ ദർശന വലയത്തിൽ ആകൃഷ്ടനായി ഇന്ത്യയിലേക്ക് വരികയും നീലഗിരിയിൽ താമസിക്കുകയും അതിനുശേഷം അയ്യാസ്വാമി കുന്നിൽ, എവിടെ, കോയമ്പത്തൂരിലെ അയ്യാസ്വാമി കുന്നിൽ മലകളോട് കാടിനോട് ചേർന്ന പ്രദേശത്ത് അരവിന്ദ ആശ്രമത്തിൽ വെച്ച് പരിചയപ്പെട്ട ഒരു ഫ്രഞ്ചുകാരിയുമൊത്ത് ജീവിതം പങ്കിടുകയും ചെയ്യുന്ന, ഇന്ത്യയെക്കുറിച്ച് പഠിക്കുന്ന, സീരിയസ് ആയിട്ട് പഠിക്കുന്ന മിഷേൽ സെൻ എന്ന് പറയുന്ന ചരിത്രകാരൻ ഇന്ത്യയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ പുസ്തകങ്ങളിൽ, സിലബസിൽ ഇതില്ല. സരസ്വതി നദിയെ കുറിച്ചില്ല. ഇന്ത്യയുടെ പാരമ്പര്യത്തിന്റെ, സംസ്കാരത്തിന്റെ, പൈതൃകത്തിന്റെ സ്തംഭങ്ങളെ കുറിച്ച് ഇല്ല. നമ്മളുടെ വേദസൂക്തങ്ങളെ കുറിച്ച് ഇല്ല. എല്ലാ മാരികൾക്കും എല്ലാ രോഗങ്ങൾക്കും മറുമരുന്ന് മുദ്രണം ചെയ്തിരിക്കുന്ന ആയുർവേദത്തിന്റെ മഹത്വത്തെക്കുറിച്ചില്ല. പരിശുദ്ധിയുടെ പര്യായമായ നമ്മുടെ ആത്മചിന്തയെക്കുറിച്ചില്ല. നമ്മളുടെ സമചിത്തതയെക്കുറിച്ചും യോഗവിദ്യയെക്കുറിച്ചും ഒന്നും പുതിയ വിദ്യാർത്ഥി പഠിക്കുന്നില്ല. അവർ പഠിക്കുന്നത് വൈദേശികമായ കാര്യങ്ങളാണ്. വിദേശ പാണ്ഡിത്യത്തിന് അടിയറ വെച്ച ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിലൂടെ നമ്മൾ കടന്നുപോകും. പക്ഷേ എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഇരുമ്പും ചെമ്പും ചേർത്ത് ചില ലോഹക്കൂട്ടുകൾ ഉണ്ടാക്കി. ഇന്നും തുരുമ്പിക്കാത്ത ലോഹക്കൂട്ടുകൾ. പുതിയ ശാസ്ത്രത്തിന് അതിന്റെ രസതന്ത്രം അറിഞ്ഞുകൂടാ. കുത്തബ് മിനാറിനടുത്ത് ഇരുമ്പിൽ ചില അപൂർവമായ കൂട്ടുകൾ ചേർത്തുകൊണ്ട് പണിത ആ വലിയ സ്തൂപം ഇപ്പോഴും കേടുകൂടാതെ നിൽക്കുന്നതിന്റെ രസതന്ത്രം പുതിയ രസതന്ത്രജ്ഞന്മാർക്ക് അറിഞ്ഞുകൂടാ. അതാണ് ഇന്ത്യയുടെ സംസ്കാരത്തിൽ നിന്ന് ഭിന്നമായി ദീർഘദൂരം പോയിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. 16-ാം നൂറ്റാണ്ടിൽ ഇവിടുന്ന് പേർഷ്യയിലേക്കും മറ്റും നമ്മൾ പേപ്പർ കയറ്റി അയക്കുമായി. അങ്ങനെ പേപ്പർ കയറ്റി അയക്കുന്ന ഇന്ത്യ, അതുപോലെ എല്ലാ മഹാമാരികൾക്കും മറുമരുന്ന് കണ്ടുപിടിച്ച ഇന്ത്യ, ലോകത്തിന് മുഴുവൻ സമാധാനത്തിന്റെ സന്ദേശം അരുളിയ ഇന്ത്യ, 1750 വരെ ലോകത്തെ ഏറ്റവും സമ്പന്ന രാജ്യമായിരുന്ന ഇന്ത്യ, ആ ഇന്ത്യയെക്കുറിച്ച് നമ്മുടെ പാഠ്യപുസ്തകങ്ങളില്ല. പക്ഷെ ഇതിങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്ത്യയെക്കുറിച്ച് ഊറ്റം കൊള്ളുന്നവരുണ്ട്. വെറുതെ ഊറ്റം കൊള്ളുകയാണ്. എവിടെയെങ്കിലും എന്തെങ്കിലും കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ, ആരെങ്കിലും കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ ആളുകൾ പറയും അതിവിടെ ഉണ്ടായിരുന്നു, പണ്ടേ ഉണ്ടായിരുന്നു. പുഷ്പക വിമാനം ഇവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ റൈറ്റ് സഹോദരന്മാർ കണ്ടുപിടിച്ചപ്പോൾ നമ്മുടെ ആളുകൾ ചാടി എഴുന്നേറ്റ് പറഞ്ഞാൽ അതിവിടെ ഉണ്ടായിരുന്നു. അണുബോംബ് ഇവിടെ ഉണ്ടായിരുന്നു, ഉപനിഷത്തിൽ ഉണ്ടായിരുന്നു, ഋഗ്വേദത്തിൽ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതല്ലാതെ ആ ഭൂതകാല നിധികളെ നമ്മൾ എന്തു ചെയ്തു എന്നൊരു ചോദ്യമുണ്ട്. ആ ഭൂതകാല നിധികളെ നമ്മൾ ഒന്നും ചെയ്യാതെ അതിൽ ഊറ്റം കൊള്ളുക മാത്രം ചെയ്യുന്നത് കൊണ്ട് നമ്മൾ സംസ്കാരത്തിൽ നിന്ന് അകന്നു പോവുകയാണ് എന്നാണ് ആമുഖമായി എനിക്ക് പറയാനുള്ളത്. ഞാൻ വീണ്ടും ചോദിച്ചു, നമ്മുടെ വിഷയം എന്താണ്? മാറുന്ന കാഴ്ചപ്പാടാണ്. കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ദർശനം എന്നാണ്. ദർശനം
സംസ്കൃതക്കാരോട് ചോദിച്ചാൽ അത് പേടിപ്പെടുത്തിക്കളയും. പരിപ്രേക്ഷ്യം എന്ന് പറഞ്ഞ് പേടിപ്പെടുത്തും. ദർശനം എന്ന് പറഞ്ഞാലും യെസ്, നല്ല ദർശനം. ദർശനം എന്ന് പറഞ്ഞാലും പരിപ്രേക്ഷ്യം എന്ന് പറഞ്ഞാലും കാഴ്ചപ്പാട് എന്നാണ് അർത്ഥം. ഭാരത ദർശനം എന്താണ്? ഭാരതത്തിന്റെ ദർശനം എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായി ഞാൻ പറയാം, അഹം ബോധത്തിലേക്ക് തിരിച്ചു വരിക. അഹംഭാവത്തിൽ നിന്ന് അഹംബോധത്തിലേക്ക് തിരിച്ചു വരിക. ഞാനെന്ന ഭാവം അത് തോന്നായിക വേണം എന്നാണ്.